വർക്കലയിൽ ഗൃഹനാഥൻ പള്ളിയിൽ പോയ സമയം നോക്കി വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത പ്രതികളാണ് പിടിയിലായത്. വർക്കല കാപ്പിൽ സ്വദേശിയായ കൃഷ്ണഭവനിൽ സായി കൃഷ്ണനും സുഹൃത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പോലീസിന്റെ പിടിയിലായത്. വർക്കല കാപ്പിൽ പണിക്കക്കുടി വീട്ടിൽ ഷറഹബീലിന്റെ വീട്ടിലാണ് നട്ടുച്ചയ്ക്ക് മോഷണം നടന്നത്. ഉച്ചയ്ക്ക് 12:45 വീട്ടിൽ നിന്നിറങ്ങിയ വയോധികൻ പള്ളി നമസ്കാരം കഴിഞ്ഞ് 2 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് അയിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും വരുന്ന വഴി വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വയോധികനെ കാണുകയും കുശലാന്വേഷണത്തിൽ വയോധികൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം വിദ്യാർത്ഥി മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് വയോധികന്റെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും കവർന്നെടുത്തു. കവർന്നെടുത്ത പണം ഉപയോഗിച്ച് വർക്കലയിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും പുത്തൻ മൊബൈൽ വാങ്ങിക്കുകയും പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്തു. തുടർന്ന് സുഹൃത്തായ സായി കൃഷ്ണനെ വിദ്യാർത്ഥി വിളിച്ചു വരുത്തി മോഷണ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 2.5 പവൻ മാലയും 1 പവന്റെ മോതിരവും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ വിദ്യാർത്ഥി സായി കൃഷ്ണനെ ഏൽപ്പിച്ചു. സായി കൃഷ്ണൻ സ്വർണ്ണമോതിരം വർക്കലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചു. സ്വർണ്ണമാല വീട്ടിൽ ഒളിപ്പിച്ച ശേഷം അത് സ്വർണ്ണമല്ലായിരുന്നു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ കബളിപ്പിക്കുകയും ചെയ്തു. പ്രതിയെ സ്വർണ്ണ പണയ സ്ഥാപനത്തിലെത്തിച്ച് സ്വർണ്ണമോതിരം പോലീസ് കണ്ടെടുത്തു. വീട്ടിലെ ബാത്റൂമിനകത്ത് ടവൽ ഹോൾഡറിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണമാല പ്രതി പോലീസിന് എടുത്തു നൽകി. വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്തു നിന്നും ഒളിപ്പിച്ച നിലയിൽ പുതിയ മൊബൈൽ ഫോണും പുതുവസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. അയിരൂർ SHO ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സായി കൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പൂജപ്പുര ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്കും അയച്ചു. വർക്കല.